കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സീതായാः പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ ഭഗവാന്റെയും ശ്രീരാമഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്കിന്ന് ആരണ്യകാണ്ഡം 1-ാം സർഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാത്തിലും തുടക്കത്തിൽ അങ്ങനെയാണല്ലോ, ശിവൻ ശ്രീ പാർവതിയോട് രാമായണ കഥ പറയണതായിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം. ശ്രീ മഹാദേവ ഉവാച അഥ തത്ര ദിനം സ്ഥിത്വാ പ്രഭാതേ രഘുനന്ദന സ്നാത്വാ മുനിം സമാമന്ത്ര്യ പ്രയാണായോപചക്രമേ. അഥ തത്ര അതിനുശേഷം അവിടെ ദിനം സ്ഥിത്വ ഒരു ദിവസത്തിലധികം താമസിച്ചിട്ട് പ്രഭാതേ അന്ന് രാത്രി അവിടെ താമസിച്ചിട്ട് പ്രഭാതേ പ്രഭാതത്തിൽ രഘുനന്ദന അതായത് അത്രിയുടെ ആശ്രമത്തിൽ ഒരു രാത്രി താമസിച്ചിട്ട് ഇവിടെയാണല്ലോ നമ്മൾ നിർത്തിയത്. രഘുനന്ദന രാമൻ സ്നാത്വ കുളിയൊക്കെ കഴിഞ്ഞ് മുനിം സമാമന്ത്ര്യ മുനിയോട് യാത്ര പറഞ്ഞ് പ്രയാണായ ഉപചക്രമേ അതായത് പോവാൻ പുറപ്പെട്ടു എന്ന്. അതിനുശേഷം അതായത് നമ്മൾ അത്രി ആശ്രമത്തിൽ അന്ന് രാത്രി താമസിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. അനന്തരം അത്രിയുടെ ആശ്രമത്തിൽ ആ വൈകുന്നേരവും അന്നത്തെ രാത്രിയും താമസിച്ചിട്ട് ശ്രീരാമ ഭഗവാനും സീതാദേവിയും ലക്ഷ്മണ ഭഗവാനും പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് അതായത് സാധാരണ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മുനിയോട് യാത്ര പറഞ്ഞ് പോവാൻ പുറപ്പെട്ടു. ശ്രീ മഹാദേവ ഉവാച അഥ തത്ര ദിനം സ്ഥിത്വാ പ്രഭാതേ രഘുനന്ദന സ്നാത്വാ മുനിം സമാമന്ത്ര്യ പ്രയാണായോപചക്രമേ. 2 മുനേ ഗച്ഛാമഹേ സർവേ മുനിമണ്ഡലമണ്ഡിതം വിപിനം ദണ്ഡകം യത്ര ത്വമാജ്ഞാതുമിഹാർഹസി. യത്ര ദണ്ഡകം വിപിനം അതായത് ഏതൊരു സ്ഥാനത്തിൽ ദണ്ഡകം എന്ന ആ കാട് മുനിമണ്ഡലമണ്ഡിതം ധാരാളം മുനികളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ. മണ്ഡിതം എന്ന് പറയണ്ടേ. മുനിമണ്ഡലം ചെന്ന മുനികൾ കുറേ മുനികളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ. തത്ര സർവേ ഗച്ഛാമഹേ ഞാൻ അവിടെ ഞങ്ങളെല്ലാവരും പോകുകയാകുന്നു. മുനേ ത്വം ആജ്ഞാതും ഇഹാർഹസി അങ്ങയുടെ സമ്മതം തരണം എന്ന് പറയണം. അങ്ങ് ആജ്ഞാപിച്ചാലും എന്ന് പറയണം. ഹേ അത്ര മഹർഷേ ഞങ്ങളെല്ലാവരും അനവധി മുനിമാരാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ദണ്ഡകവന പ്രദേശത്തേക്ക് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിന് അങ്ങ് കൽപ്പന തരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആജ്ഞ തരൂ, അതിന് പോകാനുള്ള സമ്മതം നേരത്തുള്ളൂ. അങ്ങയുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ പോട്ടെ എന്നേർത്തുള്ളൂ. മുനേ ഗച്ഛാമഹേ സർവേ മുനിമണ്ഡലമണ്ഡിതം വിപിനം ദണ്ഡകം യത്ര ത്വമാജ്ഞാതുമിഹാർഹസി. 3 വരിയുണ്ട് കേട്ടോ. അത് മാർഗപ്രദർശനാർത്ഥായ ശിഷ്യാനാജ്ഞപ്തുമർഹസി ശ്രുത്വാ രാമസ്യ വചനം പ്രഹസ്യാത്രിർമഹായശാഃ പ്രാഹ തത്ര രഘുശ്രേഷ്ഠം രാമ രാമസുരാശ്രയഃ. 4 സർവസ്യ മാർഗദൃഷ്ട്വാ ത്വം തവ കോ മാർഗദർശക തഥാപി ദർശയിഷ്യന്തി തവ ലോകാനുസാരിണഃ. 5 കൂടി ഒന്നിച്ചാണ്. ഇതി ശിഷ്യാൻ സമാദിശ്യ സ്വയം കിം ചിത്തമന്വഗാദ് രാമേണ വാരിത പ്രീത്യ അത്രിഹി സ്വഭവനം യയൗ. എന്താണ്? മാർഗപ്രദർശനാർത്ഥായ വഴി അവിടെ തന്നെ ഉള്ളവരല്ലേ അത്രി മഹർഷിയുടെ ആശ്രമത്തിലുള്ളവരൊക്കെ. അപ്പോൾ അവർക്ക് അവിടുത്തെ വഴിയൊക്കെ പരിചയമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വഴി കാട്ടിത്തരാനായിട്ട്, അതാണ് പ്രദർശനത്തിനായിട്ട് ശിഷ്യാൻ ആജ്ഞപ്തും അർഹസി ശിഷ്യന്മാരോടൊന്ന് പറയണം ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ എന്ന് പറയണം.
അതായത് അങ്ങൊന്ന് ശിഷ്യന്മാരോട് പറയണം ഞങ്ങൾക്ക് വഴി കാണിക്കാൻ. രാമസ്യ വചനം ശ്രുത്വ, രാമൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് മഹായശാഹ അത്രി പ്രഹസ്യ, ആ വളരെ മഹാത്മാവായിട്ടുള്ള അത്രി മഹർഷി തത്ര രഘുശ്രേഷ്ഠം പ്രാഹ, ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ആരോട്? ശ്രീരാമനോടെ. അതായത് അങ്ങയുടെ ശിഷ്യന്മാരെ ഞങ്ങൾക്കൊന്ന് വഴി കാട്ടാൻ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിരി വന്നു. ആർക്ക്? അത്രി മഹർഷിക്ക്. കാരണം എല്ലാം അറിയുന്ന ആളല്ലേ ഭഗവാൻ. ഹേ രാമ, ഹേ രാമ, ഹേ സുരാശ്രയ ത്വം, ഹേ രാമ, അങ്ങ് എല്ലാവരുടെയും മാർഗദ്രഷ്ടാവാണ്, എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുന്ന ഈശ്വരനാണ് അങ്ങ് അല്ലേ. എന്നിട്ടിപ്പോൾ എന്നോട് പറയണു, അതുകൊണ്ടാണ് ചിരിച്ചതേ. എന്നിട്ടിപ്പോൾ എന്നോട് പറയണു എൻ്റെ ശിഷ്യന്മാരെ എനിക്ക് വഴി കാണിച്ചു തന്നാലും ഒന്ന് പറയണം, ശിഷ്യന്മാരോട് എനിക്ക് വഴി കാണിച്ചു തരാൻ പറയണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കണു. അപ്പോൾ അങ്ങ് എല്ലാവർക്കും വഴി കാണിക്കുന്ന ആളല്ലേ, എല്ലാവരുടെയും മാർഗദ്രഷ്ടാവല്ലേ അങ്ങ്, എല്ലാവർക്കും വഴി കാട്ടുന്നവനാണ് അല്ലേ ഭഗവാനെ. തവ മാർഗദർശക ക, അങ്ങയ്ക്ക് വഴി കാട്ടാൻ ആരാ ഉള്ളത്? തഥാപി എന്നിരിക്കലും, എങ്കിലും അങ്ങയ്ക്ക് വഴി കാട്ടാൻ ആരുമില്ല, അങ്ങ് എല്ലാവരുടെയും വഴികാട്ടിയാണ്. എങ്കിൽ പോലും ദർശയിഷ്യന്തി, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ശിഷ്യന്മാരോട് പറയാം. ഇത് ശിഷ്യാൽ സമാധിഷ്യ, അങ്ങനെ പറഞ്ഞിട്ട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരെ നിർദ്ദേശിച്ചു. എന്താ? സ്വയം കിഞ്ചിത് തം അന്വഗാത്, അവരോട് പറഞ്ഞു ഒന്ന് ശ്രീരാമന് വഴി കാണിച്ചു കൊടുക്കുമെന്ന്. എന്നിട്ട് അവനവനും ശ്രീരാമൻ്റെ പിന്നാലെ കുറച്ച് ദൂരം അനുഗമിച്ചു. അതാണ് സ്വയം കിഞ്ചിത് തം അന്വഗാത്. ശിഷ്യന്മാരോട് പറഞ്ഞു ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും വഴി കാട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനവനും കുറച്ച് ദൂരം കാട്ടിൽ ശ്രീരാമൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെയൊക്കെ നമ്മൾ പതിവുണ്ടല്ലോ. രാമേണ പ്രീത്യ വാരിത, രാമനാൽ പ്രീതിപൂർവം ഇനി വരണ്ട പൊക്കോളൂ, മതി, എൻ്റെ കൂടെ വന്നത് മതി, ഇവരുണ്ടല്ലോ വഴി കാട്ടാൻ, അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അത്രി ഹി സ്വഭവനം യയൗ, അത്രി സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു, ആശ്രമത്തിലേക്ക് തന്നെ പോയി. അതായത് വഴി കാണിച്ചു തരാൻ അങ്ങയുടെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുക്കണേ എന്ന് രാമൻ പറഞ്ഞത് കേട്ടപ്പോൾ മഹാത്മാവായിട്ടുള്ള അത്രി ചിരിച്ചും കൊണ്ട് രാമനോട് പറഞ്ഞു, ഹേ രാമ, ദേവന്മാർക്കും കൂടിയും ദേവന്മാർ പോലും ആശ്രയിക്കുന്ന അങ്ങ് എല്ലാവർക്കും വഴി കാട്ടിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വഴി കാട്ടിത്തരാൻ ഇവിടെ ആരാണ് ഉള്ളത്? ആരുമില്ല. എങ്കിലും അങ്ങ് ചോദിച്ച അവസ്ഥയ്ക്ക് ഈ ലോകധർമ്മത്തെ അനുസരിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് എൻ്റെ ശിഷ്യന്മാർ വഴി കാട്ടിത്തരുമെന്ന് രാമനോട് പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ ദൂരം അത്രി മഹർഷിയും രാമൻ്റെ പിന്നാലെ കുറച്ച് ദൂരം പോയപ്പോൾ രാമൻ ഇനി വേണ്ട, മടങ്ങിപ്പൊക്കോളൂ, ഇവരൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ അത്രി മഹർഷി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി. അപ്പം ഞാൻ പിന്നെ 3, 4, 5 വായിച്ചിട്ട് നമുക്ക് 6 വായിക്കാം. മാർഗപ്രദർശനാർത്ഥായ ശിഷ്യാനാജ്ഞപ്തുമർഹസി ശ്രുത്വാ രാമസ്യ വചനം പ്രഹസ്യാത്രിർമഹായശാഃ പ്രാഹ തത്ര രഘുശ്രേഷ്ഠം രാമസുരാശ്രയ. ദേവന്മാരാൽ പോലും ആശ്രയിക്കപ്പെടുന്നവനാണല്ലോ. സർവസ്യ മാർഗദ്രഷ്ടാത്വം തവ കോ മാർഗദർശക, എല്ലാവരുടെയും മാർഗദർശകനായ അങ്ങയ്ക്ക് മാർഗദർശകനായിട്ട് ഇനി ആരാ ഉള്ളത്? തഥാപി ദർശയിഷ്യന്തി തവ ലോകാനുസാരിണ, എങ്കിലും ലോകധർമ്മം അനുസരിച്ച് ഞാനത് ചെയ്യാം. ഇതി ശിഷ്യാൻ സമാദിശ്യ സ്വയം കിഞ്ചിത്തമന്വഗാത് രാമേണ വാരിത പ്രീത്യ അത്രിഹി സ്വഭവനം യയൗ. 6 ക്രോശമാത്രം തതോ ഗത്വാ ദദർശ മഹതിം നദിം അത്രേഹ ശിഷ്യാനുവാചേദം രാമോ രാജീവലോചനഃ. തതഃ ക്രോശമാത്രം ഗത്വ, അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് മഹതിം നദീം ദദർശ, മഹതിയായ നദിയെ ദർശിച്ചു, കണ്ടു. രാജീവലോചന രാമ, താമരക്കണ്ണനായ രാമൻ അത്രേഹേ ശിഷ്യൻ ഇതം ഉവാച, അത്രി മഹർഷിയുടെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. എന്താ അറിയോ?
ഈ ആശ്രമത്തിൽ നിന്ന് അത്രയുടെ ആശ്രമത്തിൽ നിന്ന് കുറച്ച് ദൂരം പോയപ്പോഴേക്കും വലിയൊരു നദി കണ്ടു, മഹാനദി കണ്ടു. അപ്പോൾ സന്തോഷമായി. കാരണം എന്നാൽ പിന്നെ നദിയുടെ കരയിൽ കൂടെ ഇങ്ങനെ നടക്കാമല്ലോ, അപ്പോൾ വെള്ളം എപ്പോഴാച്ചാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നദിയുടെ ആ നദിക്കരയിൽ കൂടെ യാത്ര ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നദി കണ്ടപ്പോൾ സന്തോഷമായിട്ട് വേഗം രാമൻ അത്രി മഹർഷിമാരുടെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞ് നോക്കാം നമുക്ക്. 6 വായിച്ച 7, 8, 9 ഒന്നിച്ച് ചെയ്യാം. ക്രോശമാത്രം തതോ ഗത്വാ ദദർശ മഹതീം നദീം അത്രേഹ ശിഷ്യാനുവാചേദം രാമോഹോ രാജീവലോചന. എന്താണ് 7, 8, 9 വായിക്കാട്ടോ. നദ്യാഹ സന്തരേണ കശ്ചിതുപായോ വിദ്യതേ നവ ഊജുസ്തേ വിദ്യതേ നൗക സുദൃഢ രഘുനന്ദന താരയിഷ്യാമഹേ യുഷ്മാൻ വയമേവ ക്ഷണാദിഹ തതോ നാവിസമാരോപ്യ സീതാം രാഘവലക്ഷ്മണൗ ക്ഷണാൽ സംതാരയാമാസുർനദീം മുനികുമാരകാഃ രാമാഭിനന്ദിതാഃ സർവേ ജഗ്മുരാത്രേ രഥാശ്രമം. എന്തറിയോ, നദ്യാഹ സന്തരേണ, ഈ നദി കടക്കാനായിക്കൊണ്ട് കശ്ചിത് ഉപായ വിദ്യതേ വാ വാ, ഒരു ഉപായം ഉണ്ടോ ഇല്ലയോ? എന്താ ഉപായം? രഘുനന്ദന, ഹേ രാഘവ, സുദൃഢ നൗക, ഏറ്റവും ഉറപ്പുള്ള തോണി വിദ്യത ഉണ്ട് പറഞ്ഞു. വയമേവ, ഞങ്ങൾ തന്നെ ക്ഷണാത് ഇഹ, ക്ഷണത്തിൽ ഇങ്ങടെ യുഷ്മാൻ താരയിഷ്യാമഹേ, നിങ്ങളെ ഞങ്ങൾ അക്കരയ്ക്കെത്തിക്കാം. തേ ഊജു എന്നവർ പറഞ്ഞ് തതഹ നാവി സീതാം രാഘവലക്ഷ്മണവും സമാരോപ്യ, വേഗം ഒരു തോണി കൊണ്ടുവന്ന് സീതയും രാമലക്ഷ്മണന്മാരെയും കയറ്റിയിട്ട് മുനികുമാരന്മാർ ക്ഷണാത് സംതാരയാമാസു, വേഗം ആ വലിയ നദി കടത്തി. രാമാഭിനന്ദിതാഹ സർവേ, രാമനാൽ അഭിനന്ദിക്കപ്പെട്ട അവരെല്ലാവരും മുനികുമാരന്മാരെ അത്രേഹേ ആശ്രമം ജഗ്മു, അത്രയുടെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി. എന്താ പറഞ്ഞത്? ഈ നദി കടക്കാൻ വല്ല ഉപായമുണ്ടോ എന്ന് ശ്രീരാമൻ ഇവരോട് ചോദിച്ചു. ഇത് വലിയ നദിയാണ്, എങ്ങനെയാണ് ഈ നദി കടന്ന് അപ്പുറത്ത് എത്തുക? അതിന് വല്ല തോണി ഉണ്ടോ എന്നർത്ഥം. എന്തെങ്കിലും ഉപായം ഉണ്ടോ ചോദിച്ചാൽ എന്താ, തോണിയിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. തോണി ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഉറപ്പുള്ള തോണിയുണ്ട്, ഞങ്ങൾ തന്നെ വേഗം ഇപ്പോൾ കൊണ്ടുവരാം, എന്നിട്ട് ഞങ്ങൾ തന്നെ അങ്ങേ നദിയുടെ അക്കരയ്ക്ക് കടത്തി വിടാം എന്ന് പറഞ്ഞ് സീതയും രാമനെയും ലക്ഷ്മണനെയും തോണിയിലിരുത്തിയിട്ട് അവർ വേഗത്തിൽ, അവർക്ക് തോണിയുണ്ട് അവിടെ, അവർ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവി, ആ തോണിയിൽ കയറ്റി അക്കരയ്ക്ക് ആക്കി. എന്നിട്ട് മുനികുമാരന്മാർ, അപ്പോൾ ശ്രീരാമന് നല്ല ബഹുമാനമായി. എന്ത് മിടുക്കന്മാരാണ് ഇവരെ തോണി കൊണ്ടുവന്ന് നല്ല സമർത്ഥമായിട്ട് തുഴഞ്ഞ് ഇവരെ വേഗം അക്കരയ്ക്ക് എത്തിച്ചുവല്ലോ. അപ്പോൾ അവരെ അഭിനന്ദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അത്രിയുടെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു മുനികുമാരന്മാർ. അപ്പോൾ 7, 8, 9 വായിക്കാം. നദ്യാഹ സന്തരേണ കശ്ചിതുപായോ വിദ്യതേ നവ ഊജുസ്തേ വിദ്യതേ നൗക സുദൃഢ രഘുനന്ദന താരയിഷ്യാമഹേ യുഷ്മാൻ വയമേവ ക്ഷണാദിഹ തതോ നാവിസമാരോപ്യ സീതാം രാഘവലക്ഷ്മണൗ ക്ഷണാൽ സംതാരയാമാസുർനദീം മുനികുമാരകാഃ രാമാഭിനന്ദിതാഃ സർവേ ജഗ്മുരാത്രേ രഥാശ്രമം. അവർ പോയി. ഇനി 10ാമത്തെ. താവേത്യ വിപിനം ഘോരം ഝില്ലി ഝങ്കാരനാദിതം നാനാമൃഗഗണാകീർണം സിംഹവ്യാഘ്രാദിഭീഷണം. 11. രാക്ഷസൈർഘോരരൂപൈശ്ച സേവിതം രോമഹർഷണം പ്രവിശ്യ വിപിനം ഘോരം രാമോ ലക്ഷ്മണമബ്രവീത്. വളരെ ഭയാനകമായിട്ടുള്ളൊരു കാടാണത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, വിവരണമാണ്. ഝില്ലീഝങ്കാരനാദിതം, അതായത് ഈ പല 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 ജീവികളുടെയും പിന്നെ ശബ്ദം കൊണ്ടിങ്ങനെ മുഖരിതമായിട്ടുള്ളതും, ഇങ്ങനെ മുഴങ്ങുണ്ടക്കി എന്നുള്ള പലതരം പക്ഷികളും കുഞ്ഞു കുഞ്ഞു പ്രാണികളും എല്ലാറ്റിൻ്റെയും പിന്നെ ശബ്ദം കൊണ്ട് മുഖരിതവും
നാനാമൃഗഗണാകീർണം, പലതരത്തിലുള്ള മൃഗക്കൂട്ടങ്ങളാൽ നിറഞ്ഞതും, പിന്നെയോ സിംഹവ്യാഘ്രാതിഭീഷണം, സിംഹങ്ങളും നരികളും എന്നിവയാൽ ഭയങ്കരമായതും, ഘോരരൂപൈഹി രാക്ഷസൈ, അതുമാത്രല്ല അതിഭയാനകന്മാരായിട്ടുള്ള രാക്ഷസന്മാരാൽ സേവിക്കപ്പെടുന്നതും, രോമഹർഷണം, രോമാഞ്ചമുണ്ടാക്കുന്ന, ഘോരം വിപിനം, കണ്ടാൽ തന്നെ നമുക്ക് രോമം നീട്ടി നിൽക്കുക, അത്ര ഒരു പേടികൊണ്ടും അത്ഭുതം കൊണ്ടും എല്ലാം കൊണ്ട് ആ ഘോരമായ വിപിനത്തെ തൗ ഏത്യ, അതിനെ പ്രാപിച്ചിട്ട്, പ്രവിശ്യ, ആ കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്നു. രാമ ലക്ഷ്മണം അബ്രവീത്, രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. വളരെ ഭയാനകമായിട്ടുള്ളൊരു കാടാണ് കേട്ടോ, അതിഭയങ്കര ഘോരവനാണ്. അതാണ് ഈ രാമലക്ഷ്മണന്മാർ ആ ഘോരവന പ്രദേശത്തിലെത്തി. അപ്പോൾ ആ വനത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ജില്ലി ഝങ്കാരനാദം എന്ന് പറഞ്ഞില്ലേ, പല ശബ്ദങ്ങളെ കൊണ്ട് ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്, ചീവീട് അങ്ങനത്തെ ഒക്കെ അതിങ്ങനെ മുഴങ്ങുന്നുണ്ട്. നാനാവിധ മൃഗങ്ങളുടെ കൂട്ടങ്ങൾ അവിടെ എവിടെ ഓടിക്കളിക്കുന്നു. പിന്നെ സിംഹം, നരി മുതലായ ഈ ഭയങ്കര മൃഗങ്ങളും ഉണ്ട്. അപ്പം പേടിയാവൂലോ. ആ ഭയങ്കര ആകൃതിയിലുള്ള രാക്ഷസന്മാരും നിറച്ച വനത്തിലുണ്ട്. കാണുന്നവർക്ക് ഭയം കൊണ്ടാണ് രോമാഞ്ചം ഉണ്ടാവുക. അതാണ് രോമഹർഷണം പറഞ്ഞില്ലേ. കാണുന്നവർക്ക് ഭയം കൊണ്ട് രോമാഞ്ചത്തെ ജനിപ്പിക്കുന്ന ആ ഘോരവനത്തിൽ ആരാണ് പ്രവേശിച്ച ഉടനെ തന്നെ ശ്രീരാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ നമുക്ക് 10, 11 വായിച്ചിട്ട് നമുക്ക് 12, 13 ചെയ്യാം. താവേത്യവിപിനം ഘോരം ജില്ലി ഝങ്കാരനാദിതം നാനാമൃഗഗണാകീർണം സിംഹവ്യാഘ്രാതിഭീഷണം രാക്ഷസൈർഘോരരൂപൈശ്ച സേവിതം രോമഹർഷണം പ്രവിശ്യ വിപിനം ഘോരം രാമോ ലക്ഷ്മണമബ്രവീത്. ലക്ഷ്മണനോട് എന്താ പറഞ്ഞ നോക്കാം നമുക്ക്. ഇതപ്പരം പ്രയത്നേന ഗന്ധവ്യം സഹിതേന മേ ധനുർഗുണേന സംയോജ്യ ശരാനഭികരേ ദധത് അഗ്രേ യാസ്യാമ്യഹം പശ്ചാത്വമന്വേഹി ധനുർധരഃ ആവയോർമധ്യഗാ സീത മായേവാത്മപരാത്മനോഹോ. നല്ല രസമാണത്. എന്തറിയോ, ഇതഹ പരം, ഇനിമേൽ, ഈ കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ധനുഹു ഗുണേന സംയോജ്യ, നമ്മളെ വില്ലിനെ ഞാനെടുത്ത് അമ്പെയ്യാൻ റെഡിയായിട്ടെന്നർത്ഥം. വില്ലും ഞാനും യോജിപ്പിച്ചിട്ട് പറഞ്ഞാൽ എന്താ, വില്ലും വലിച്ച് അമ്പ് തൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് ശരാനബി കരേ ദദത്, ശരങ്ങളെ കയ്യിൽ ധരിച്ചുകൊണ്ട് വില്ലിനെ വലിച്ച് അമ്പയക്കാൻ അമ്പനെ കയ്യിൽ പിടിച്ച് മേ സഹിതേന, എന്നോടുകൂടിയവനായിട്ട് പ്രയത്നേന ഗന്തവ്യം, നല്ല മനസ്സിരുത്തിയിട്ട് സഞ്ചരിക്കണം. അഹം അഗ്രയാസ്യാമി, ഞാൻ മുമ്പിൽ നടക്കാം. പശ്ചാത്ത്വം ധനുർധരഃ അന്വേഹി, പിന്നാലെ നീയ് ഈ ചാപം അമ്പും ധരിച്ച് നീ പിന്നിൽ വേണം. ആവയോഹ മധ്യക സീത, നമ്മളുടെ മധ്യത്തിൽ സീതയും ആത്മപരാത്മനോഹ മധ്യക മായ ഇവ. എന്ത് രസമാണ് ആ ഒരു കമ്പാരിസൺ. എന്താ അറിയോ, ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഇടയ്ക്ക് മായ ഉണ്ടല്ലോ. നമ്മളെ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഇടയ്ക്ക് മായ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് നമ്മൾ പരമാത്മാവാന്നുള്ള ബോധ്യമില്ലാത്ത, അല്ലേ? ഇപ്പം നമ്മളീ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാൻ, നമ്മൾ ആ ഉദാഹരണം മുമ്പ് പറഞ്ഞല്ലോ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക വെച്ചാൽ നമ്മൾ ശരിക്കുള്ള നമ്മളുണ്ട്, പിന്നെ കണ്ണാടി, പിന്നെ ആ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം. അതുപോലെയാണ് പരമാത്മാവ്, അത് ശരിക്കുള്ള നമ്മൾ. പിന്നെ കണ്ണാടിയായിട്ടുള്ളത് മായ, അതിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രതിബിംബം ജീവാത്മാവ്. അപ്പം എന്താ ശ്രീരാമൻ പറയണറിയോ, ഇത് വലിയ ഭയങ്കര ഘോരവനല്ലേ, നീ ഈ വില്ലൊക്കെ കുലച്ച അമ്പൊക്കെ കയ്യിലെടുത്തുകൊണ്ട് വേണം നടക്കാൻ, റെഡിയായിട്ട് എപ്പോൾ വേണമെങ്കിൽ ആരാലും ആക്രമിക്കപ്പെടാം, മൃഗങ്ങളാലോ രാക്ഷസന്മാരാലോ. അതിപ്പോൾ അമ്പയക്കാൻ റെഡിയായിട്ട് നീയും റെഡിയാവണം. ഞാൻ മുമ്പിൽ നടക്കാം, നീയെ പിന്നെ സീത മധ്യഗ, അതാണ് പറഞ്ഞത്, മധ്യഗ സീത, നീ മുമ്പിൽ നടന്നോളൂ. എന്നിട്ട് മധ്യത്തിൽ സീതയുടെ പിന്നിൽ നീയെ. അപ്പം സീതയ്ക്ക് സംരക്ഷണമായില്ലോ, മുമ്പിൽ ഞാനും ഉണ്ട്, പിന്നിൽ നീയും ഉണ്ട്.
അപ്പോൾ സീത സീത മായന്യാകുന്ന സീത നടുക്ക്. അപ്പം ഇവിടെ എന്ത് പറയാം നമുക്ക്? ശ്രീരാമൻ പരമാത്മാവ്, സീത മായ, ലക്ഷ്മണൻ ജീവാത്മാവ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും മധ്യത്തിൽ എങ്ങനെയാണോ മായ, അതുപോലെ എൻ്റെയും നിൻ്റെയും മധ്യത്തിൽ സീത നടക്കട്ടെ. എത്ര നന്നായിട്ടുണ്ടല്ലേ? ലക്ഷ്മണ, സൂക്ഷിക്കണം. വില്ലിൽ ഞാൻ കൊലച്ച ശരങ്ങളെ കയ്യിൽ പിടിച്ച് നീ എൻ്റെ ഒപ്പം വേണം. ഞാൻ ശരങ്ങളെയും ഈ കോതണ്ടുണ്ടല്ലോ അതും പിടിച്ച് ഞാൻ മുമ്പിൽ നടക്കാം. നീ പിന്നാലെ ആ അമ്പും വെച്ച് നീ പിന്നിലും വേണം. ജീവാത്മാവിനും പരമാത്മാവിനും നടുക്കിരിക്കണ മായയെപ്പോലെ സീത നമ്മുടെ രണ്ടുപേരുടെയും മധ്യത്തിലായിട്ട് സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 12-13 വായിക്കാം. ഇതപ്പരം പ്രയത്നേന ഗന്ധവ്യം സഹിതേന മേ ധനുർഗുണേന സംയോജ്യ ശരാനഭികരേ ദദത് അഗ്രേയാസ്യാമ്യഹം പശ്ചാത്വമന്വേഹി ധനുർധര ആവയോർമധ്യഗ സീതാമയേവാത്മപരാത്മനോ. ശ്രീരാമൻ തന്നെ ആ ഒരു ഉദാഹരണം പറയുകയാണ് അല്ലേ? വളരെ ഒരു നല്ല ഇതായിട്ട്. ഇനി 14. ചക്ഷുശ്ചാരയ സർവത്ര ദൃഷ്ടം രക്ഷോഭയം മഹദ് വിദ്യതേ ദണ്ഡകാരണ്യേ ശ്രുതപൂർവമരിന്ദമ. സർവതഃ ചക്ഷുചാരയ, എല്ലാ ദിക്കിലും നോക്കണം. 4 പാട് നോക്കിയിട്ട് വേണം നടക്കാൻ. അത്ര ജാഗ്രതയോട് കൂട്ടി വേണമെന്ന് പറയുകയാണ്. 4 പാലം നോക്കിയിട്ട് വേണം നടക്കാൻ. ദണ്ഡകാരണ്യത്തിൽ അരിന്ദമ മീൻസ് ശത്രുക്കളെ ഹനിക്കുന്നവനെ. രക്ഷോദയം അരിന്ദമ, ഹേ വീര, മഹദ് രക്ഷോഭയം ദൃഷ്ടം വിദ്യതേ ഇതി ശ്രുതപൂർവം. അതായത് ഇവിടെ ദണ്ഡകാരണ്യത്തിൽ എല്ലാ ദിക്കിലും നിൻ്റെ കണ്ണെത്തണേ. ഈ ദണ്ഡകാരണ്യത്തിൽ രക്ഷസുകൾ രാക്ഷസന്മാരിൽ നിന്ന് ഭയം നേരിട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. വലിയ രാക്ഷസന്മാരെ അതായത് രാക്ഷസന്മാരെ ആക്രമിക്കുന്നതായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം മനസ്സിരുത്തി എല്ലാ ദിക്കും നിൻ്റെ കണ്ണെത്തണം. കാരണം ഈ ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരിൽ നിന്ന് ഭയം നേരിട്ട കഥകൾ എനിക്ക് പലതും അറിയാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. ചക്ഷുശ്ചാരയ സർവത്ര ദൃഷ്ടം രക്ഷോഭയം മഹദ് വിദ്യതേ ദണ്ഡകാരണ്യേ ശ്രുതപൂർവമരിന്ദമ. ഇനി 15, 16, 17 കൂടി കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഇത്യേവം ഭാഷമാണൗ തൗ ജഗ്മധു സാർദ്ധയോജനം തത്രൈകാ പുഷ്കരിന്യാസ്തേ കൽഹാരകുമുദോൽപലൈഃ അംബുജൈഃ ശീതളോദേന ശോഭമാന വ്യദൃശ്യത തൽസമീപമഥോ ഗത്വാ പീത്വാ തൽസലിലം ശുഭം ഊഷുസ്തേ സലിലാഭ്യാസേ ക്ഷണം ഛായാമുപാശ്രിതാഃ തതോ ദദൃശ്വരായാന്തം മഹാസത്വം ഭയാനകം. ഇത്യേവം ഭാഷമാണ് ഉത്തൗ. ഇപ്രകാരം പറഞ്ഞ അവർ രണ്ടുപേരും സാർദ്ധയോജനം ജഗ്മതു, ഒരു 1.5 യോജന ദൂരം യാത്ര ചെയ്തു. തത്ര ഏക പുഷ്കരിണി ആസ്തെ, അവിടെ ഒരു പുഷ്കരിണിയുണ്ട്. കൽഹാരകുമുദോൽപലൈഃ അംബുജൈഃ ശീതളോദേന ശോഭമാന വ്യദൃശ്യത. അത് ആ പിന്നെ എന്താണ് തടാകത്തിൽ പുഷ്കരിണിൻ്റെ പറഞ്ഞൂല, ആ തടാകത്തിൽ കൽഹാരം, കുമുദം, ഉൽപ്പലം എന്നിവയാൽ, താമര എന്നിവയാൽ വളരെ അലങ്കരിക്കപ്പെട്ട വെള്ളത്തോടു കൂടിയ ഒരു ഇതാണത്. അത് കണ്ടു അവർ. അങ്ങനെയുള്ളൊരു പുഷ്കരിണി. അഥോ തൽ സമീപം ഗത്വ, അപ്പം അതിൻ്റെ അടുത്തേക്ക്, ആ ലേക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് ശുഭം തൽ സലിലം പീത്വ, നല്ല ശുദ്ധജലം കുടിച്ചിട്ട് തേ അവർ ഛായാമുപാശ്രിത, ആ നിഴലിലോർത്ത്, അതായത് തണലിലോർത്ത്, സലിലാഭ്യാസെ ജലത്തിൻ്റെ അടുത്ത വൃക്ഷത്തണലിൽ ക്ഷണം ഊഷു അല്പസമയം ഇരുന്നു. തതഹ ഭയാനകം മഹാസത്വം ആയാന്തം ദിദിശു. അപ്പോൾ ഒരു ഭയങ്കര സത്വം അവിടേക്ക് അവരെ നേരെ വരണത് കണ്ടു. അവരെ എന്താണ് പേടിയും അല്ലേ, അത്ര ഭയങ്കര വനാണത്. അപ്പോൾ പറഞ്ഞൂല്ലേ. അപ്പോൾ ഇങ്ങനെ
ശ്രീരാമൻ ലക്ഷ്മണനോട് സൂക്ഷിക്കണം, എല്ലാ ദിക്കിലും കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് രാക്ഷസന്മാർ ഇവിടെ വന്ന് ആക്രമിച്ചതായിട്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരു 1.5 യോജന ദൂരം ചെന്നപ്പോൾ അവിടെ ഒരു തടാകം, നല്ല പുഷ്കരിണി കണ്ടു. അവിടെ കൽഹാരം, ആമ്പല, നീലത്താമര, സാധാരണ താമര, ഇങ്ങനത്തെ പുഷ്പങ്ങളൊക്കെ ധാരാളമുള്ള നല്ല തണുപ്പുള്ള ജലം കൊണ്ട് ശോഭിക്കുന്ന ഒരു തടാകമാണത്. അതിൻ്റെ അടുത്ത് ചെന്നിട്ട് വേഗം കുറച്ച് ജലം, നല്ല ശുദ്ധജലം കുടിച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ആ മരത്തണലിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ മഹാഭയങ്കരമായിട്ടുള്ളൊരു സത്വം അവരുടെ മുമ്പിലങ്ങട് പ്രത്യക്ഷപ്പെട്ടു. അവിടെ വന്നു. അവിടെ നമുക്ക് നിർത്താം ഇന്ന്. എന്നിട്ട് പിന്നെ നമുക്ക് എന്താ ഉണ്ടായി എന്ന് 18 തൊട്ട് നമുക്ക് നാളെ ചെയ്യാം. അപ്പം ഞാൻ 15, 16, 17 കൂടി വായിക്കാം. ഇത്യേവം ഭാഷമാണൗ തൗ ജഗ്മതു സാർദ്ധയോജനം തത്രൈകാ പുഷ്കരിന്യാസ്തേ കൽഹാരകുമുദോൽപലൈഹി. നല്ല ഭംഗിയുള്ള തടാക. അംബുജൈഹി ശീതളോദേന, ശീതളം അതായത് നല്ല തണുത്ത വെള്ളം. ശോഭമാന വ്യദൃശ്യത തൽസമീപമധോ ഗത്വാ പീത്വാ തൽസലിലം ശുഭം. ആ നല്ല വെള്ളം കുടിച്ചിട്ട് ഊഷുസ്തേ സലിലാഭ്യാസേ ക്ഷണം ഛായാമുപാശ്രിതാ. ആ വെള്ളത്തിൻ്റെ അടുത്തുള്ള ഒരു മരത്തണലിൽ ഇരുന്നു. തതോ ദദൃശുരായാന്തം അഹാ സത്വം ഭയാനകം. അപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ളൊരു മഹാഭൂതം വരുന്നത് കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.